അവർ 2 മാസം കഴിഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പം ആ ശരീരം എങ്ങനെ അടക്കം ചെയ്തോ അതുപോലെ ഇരിക്കുന്നു. അവരിൽ ഒരാൾ കാലിൻ്റെ വിരൽ മുറിച്ചെടുത്തു. തൻ്റെ ക്രൂശിത രൂപം നഷ്ടപ്പെട്ട വേദനയിൽ കടൽക്കരയിൽ ഇരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒരു കടൽ ഞണ്ട് പൊടുന്നനെ നടന്നു വരുന്നതായി ഫ്രാൻസിസ് സേവറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കുരിശുരൂപം ഈ കടൽ ഞണ്ട് ഇറുക്കി പിടിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് സേവർ കണ്ടു. ഫ്രാൻസിസ് സേവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പം ഒരു മുസ്ലിം സഹോദരൻ്റെ കുഞ്ഞ് മരിച്ചു. ഈ മരിച്ച വിവരം ഫ്രാൻസിസ് സേവർ അറിയുന്നത് തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞാണ്. ഫ്രാൻസിസ് സേവർ ഈ മുസ്ലിം സഹോദരനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ യേശുവിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അദ്ദേഹം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ വന്നതും മറ്റൊരു ചരിത്രം. ഏതാണ്ട് 500-ൽ പരം വർഷം കഴിഞ്ഞിട്ടും അഴുകാതിരിക്കുന്നൊരു ശരീരം കേരളത്തിനടുത്തുള്ള ഗോവയിലുണ്ട്. അഴുകാതിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തിൽ ഒരുപാട് കേടുപാടുകളും ഡാമേജുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ആരുടെയാണ് ഈ ശരീരം? ഈ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? കേവലം 10 വർഷത്തെ മിഷണറി ജീവിതം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാമോദീസ നൽകിയ അത്ഭുത വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ ശരീരമാണ്. സ്പെയിനിൽ 1506 ഉന്നത കുലജാതരായ മാതാപിതാക്കളിൽ നിന്ന് 6ാമത്തെ മകനായാണ് ഫ്രാൻസിസ് ജനിക്കുന്നത്. കുടുംബപരമായി നോക്കുമ്പം ഫ്രാൻസിസിൻ്റെ കുടുംബം ഒരു സൈനിക കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഒരു സൈനികനാവുക എന്നൊരു മോഹം ഉള്ളിൽ പേറിക്കൊണ്ടാണ് ഫ്രാൻസിസ് വളർന്നു വരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കഴിഞ്ഞ് സൈനികനാകണം എന്ന തൻ്റെ മോഹവും പേറി ഫ്രാൻസിസ് പഠിക്കാനായിട്ട് കടന്നു വരുന്നത് പാരീസ് സർവകലാശാലയിലേക്കാണ്. അവിടെ വലിയൊരു ധനാട്യൻ്റെ മകൻ ജീവിക്കുന്ന പോലെയാണ് ഫ്രാൻസിസ് സേവർ ജീവിക്കുന്നത്. മാളിക പോലുള്ളൊരു വീട്ടിൽ കുറേ പരിചാരകരോടൊക്കെ ഒത്താണ് ഫ്രാൻസിസ് തൻ്റെ പഠനകാലം മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ ഫ്രാൻസിസിൻ്റെ പിതാവ് ഈ ലോകവാസം വെടിയുകയാണ്. അത് ഫ്രാൻസിസിനെ ഭയങ്കരമായിട്ട് തളർത്തി. കൊടിയ സാമ്പത്തിക ബാധ്യതയിലൂടെ ഫ്രാൻസിസിൻ്റെ കുടുംബം കടന്നു പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ മാളിക മുറിയൊക്കെ അടച്ചുപൂട്ടി പരിചാരകരെയൊക്കെ പറഞ്ഞു വിട്ട് പിന്നീട് ഒരു ഹോസ്റ്റൽ മുറിയിലേക്ക് ഫ്രാൻസിസ് തൻ്റെ താമസം മാറ്റുകയാണ്. അങ്ങനെ ഈ പാരീസ് സർവകലാശാലയുടെ തൻ്റെ ഹോസ്റ്റൽ മുറി ഷെയർ ചെയ്യാനായിട്ട് കടന്നു വരുന്നത് പീറ്റർ ലെ ഹാർബർ എന്ന് പറയുന്ന ഒരു സെമിനാരിക്കാരനാണ്. ഈ സെമിനാരിക്കാരൻ തൻ്റെ 13ാമത്തെ വയസ്സിൽ കർത്താവിന് തന്നെ സമർപ്പിച്ച വ്യക്തിയാണ്. ഈ സെമിനാരിക്കാരൻ്റെ ജീവിതം കണ്ട് ഫ്രാൻസിസിൽ പയ്യെ മാറ്റങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. തൻ്റെ മുറി ഷെയർ ചെയ്യാനായിട്ട് 3ാമത് ഒരു വ്യക്തിയെ കൂടി ദൈവം അയക്കുകയാണ്. അത് മറ്റാരുമല്ല, മഹാവിശുദ്ധനായ ഇഗ്നേഷ്യസ് ലയോളയാണ്. ഇഗ്നേഷ്യസ് ലയോള തൻ്റെ പട്ടാള ജീവിതത്തിനിടയിൽ ഒരു യുദ്ധത്തിനിടയിൽ മാരകമായി പരിക്കേൽക്കപ്പെട്ട് അങ്ങനെ യുദ്ധവും സൈനിക സേവനവും ഒക്കെ ഉപേക്ഷിച്ച് ഒടുക്കം പാരീസ് സർവകലാശാലയിൽ പഠിക്കാനായിട്ട് കടന്നു വരികയാണ്. ഇഗ്നേഷ്യസ് ലയോളയും ഫ്രാൻസിസ് സേവറും തമ്മിൽ കണ്ടുമുട്ടുമ്പം ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവറിനോട് ഒരു വചനത്തിലൂടെ ഒരു ചോദ്യം ചോദിക്കും. ഫ്രാൻസിസ്, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? ഈ വചനം ഇങ്ങനെ കൂടെ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവറിനോട് ചോദിക്കാനായിട്ട് തുടങ്ങി. കേവലം അതൊരു വാക്കല്ല, വചനമായിരുന്നത് കൊണ്ട് തന്നെ അത് ഫലം പുറപ്പെടുവിക്കാനായിട്ട് തുടങ്ങി. ഫ്രാൻസിസ് സേവർ സമയം കിട്ടുമ്പോൾ ഈ ഇഗ്നേഷ്യസ് ലയോളയുടെ അടുത്ത് പോയിരുന്നു ചോദിക്കും, ഞാനതിന് എന്താ ചെയ്യണ്ടേ? അങ്ങനെ ഈ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവറിനോട് പറയും, നീ ലോകം മുഴുവൻ പോയി ക്രിസ്തുവിൻ്റെ വചനം പറയണം. അങ്ങനെ 3 പേർ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ധ്യാനവും വചനപഠനവും താമസവും ഒക്കെ പിന്നീട് 7 പേരായി മാറി. അവരുടെ ഒരുമിച്ചുള്ള താമസത്തിൽ നിന്നാണ് ഈശോ സഭ യാഥാർത്ഥ്യമാകുന്നത്. 1537 ഫ്രാൻസിസ് സേവർ വൈദിക പട്ടം സ്വീകരിച്ച് ഈശോ സഭയിലെ ഒരു വൈദികനായി തീരുന്നു. അതിനുശേഷം ഫ്രാൻസിസ് സേവർ ഏതാണ്ട് ഒരു 3 വർഷക്കാലം ഇഗ്നേഷ്യസ് ലയോളയുടെ സെക്രട്ടറിയായി ജോലി ചെയ്തു. അങ്ങനെ ഇവരിൽ നിന്ന് ആരംഭിച്ച ഈശോ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ അലയടികൾ ശരിക്കും ലോകമാസകലം നിറഞ്ഞു നിന്നു എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ഇന്ത്യയിലേക്ക് വരാൻ നിയോഗിക്കപ്പെട്ടത് ഈശോ സഭയുടെ എല്ലാമായ വളരെ തീക്ഷ്ണമതിയായ മിഷണറിയായ ഫ്രാൻസിസ് സേവർ ആയിരുന്നു. അങ്ങനെ 13 മാസത്തെ യാത്രക്കൊടുവിൽ ഫ്രാൻസിസ് സേവർ ഗോവയിലെത്തി.
ഗോവയിലെത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി കണ്ട് ഫ്രാൻസിസ് സേവർ അത്ഭുതപ്പെട്ടു. കാരണം ദേവാലയത്തിൽ പോകാത്തവർ, പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്തവർ, ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസം പ്രഖ്യാപിക്കുകയോ ആ വിശ്വാസം വേണ്ട ഇത് ജീവിക്കുകയോ ചെയ്യാത്തവർ, ഇങ്ങനെയൊക്കെ കണ്ടപ്പം ഫ്രാൻസിസ് സേവർ ചെയ്തൊരു കാര്യം, കയ്യിൽ ഒരു മണി പിടിച്ച് മണി കിലുക്കി കൈകുട്ടി പാട്ടുപാടി ചങ്കോട് ചേർത്ത് ഒരു ബൈബിളും പിടിച്ച് ഗോവയുടെ തീരപ്രദേശങ്ങളിലൂടെ ഫ്രാൻസിസ് സേവർ നടന്നു പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇത് കണ്ട് ആകൃഷ്ടരായ കുറേ കുഞ്ഞുങ്ങൾ ഫ്രാൻസിസ് സേവറിനോട് ഒപ്പം ആദ്യം ചേർന്നു. പയ്യെ പയ്യെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് അവരെ നയിക്കാനായിട്ട് ഫ്രാൻസിസ് സേവറിന് കഴിഞ്ഞു. പിന്നീട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളായ കൊല്ലം, കൊച്ചി, അതുപോലെ തന്നെ കന്യാകുമാരി, ഈ തീരപ്രദേശങ്ങളിലൂടെയൊക്കെ നടന്ന് ലക്ഷക്കണക്കിന് ആളുകളോട് വചനം പറഞ്ഞു എന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാമോദീസ നൽകി അവരെ ക്രിസ്തുവിലേക്ക് ജനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് തൻ്റെ സുവിശേഷ പ്രഘോഷണം വ്യാപിപ്പിക്കുന്നത് സിംഗപ്പൂർ മേഖലകളിലേക്കാണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിന്നും സിംഗപ്പൂരേക്ക് പായ്ക്കപ്പലിൽ യാത്ര ചെയ്യുമ്പം പായ്ക്കപ്പൽ കാറ്റിൽപ്പെട്ട് ആടി ഉലഞ്ഞ് കപ്പൽ വെള്ളത്തിൽ മുങ്ങും എന്നൊരു സ്ഥിതി വന്നപ്പം ഫ്രാൻസിസ് സേവർ ആ പായ്ക്കപ്പലിൽ തൻ്റെ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് തൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന കുരിശുരൂപം എടുത്ത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ കടൽ ശാന്തമായി, കാറ്റ് ശമിച്ചു എന്നതൊരു ചരിത്രമാണ്. അങ്ങനെ വെള്ളത്തിലേക്ക് ചേർത്ത് വെച്ച തൻ്റെ കുരിശുരൂപം കയ്യിൽ നിന്ന് വഴുതി കടലിലേക്ക് വീണു. തൻ്റെ ക്രൂശിത രൂപം നഷ്ടപ്പെട്ട വേദനയിൽ കടൽക്കരയിൽ ഇരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഒരു കടൽ ഞണ്ട് പൊടുന്നനെ നടന്നു വരുന്നതായി ഫ്രാൻസിസ് സേവറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കുരിശുരൂപം ഈ കടൽ ഞണ്ട് ഇറുക്കി പിടിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് സേവർ കണ്ടു. പ്രപഞ്ച ശക്തികളുടെ മേൽ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിക്ക് അധികാരമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ അത്ഭുതം. അതുമാത്രമല്ല, ഫ്രാൻസിസ് സേവർ വലിയൊരു അത്ഭുത പ്രവർത്തകനായിരുന്നു. രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അനേകർ സൗഖ്യമാക്കപ്പെട്ടിരുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച സംഭവങ്ങൾ നിരവധിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ കോയമ്പത്തൂരിനടുത്ത് ഒരു ദേവാലയത്തിൽ ഫ്രാൻസിസ് സേവർ ബലിയർപ്പിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പം താൻ മാമോദീസ നൽകിയ ഒരു കുഞ്ഞ് മരിച്ചു എന്ന വിവരം ഫ്രാൻസിസ് സേവർ അറിയുകയാണ്. കുർബാന കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുഞ്ഞിൻ്റെ മൃതശരീരവുമായി ആളുകൾ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ഫ്രാൻസിസ് സേവർ ഈ കുഞ്ഞിനെ കരങ്ങളിൽ എടുത്ത് പിടിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ നീ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞ് മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ വന്നു എന്നത് ഒരു ചരിത്രമാണ്. പിന്നീട് ഒരിക്കൽ ഫ്രാൻസിസ് സേവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പം ഒരു മുസ്ലിം സഹോദരൻ്റെ കുഞ്ഞ് മരിച്ചു. ഈ മരിച്ച വിവരം ഫ്രാൻസിസ് സേവർ അറിയുന്നത് തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞാണ്. ഫ്രാൻസിസ് സേവർ ഈ മുസ്ലിം സഹോദരനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ യേശുവിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അദ്ദേഹം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ വന്നതും മറ്റൊരു ചരിത്രം. പിന്നീട് ഒരിക്കൽ കന്യാകുമാരി ഭാഗത്ത് ഒരു ദേവാലയത്തിൽ വചനം പ്രഘോഷിക്കാനായി ഫ്രാൻസിസ് സേവർ പോയി. അവിടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരും വചനം കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഉടനെ ഫ്രാൻസിസ് സേവർ ഈ ദേവാലയത്തിൽ നിന്ന് ആളുകളൊക്കെ കൂട്ടി പള്ളിയുടെ സിമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ 2 ദിവസം മുമ്പ് മരിച്ച ഒരു വ്യക്തിയുടെ ഡെഡ് ബോഡി പുറത്തെടുത്തിട്ട് അതിങ്ങനെ ചീഞ്ഞളിഞ്ഞൊരു വല്ലാത്ത സ്ഥിതിയിലായിരുന്നു. അതിങ്ങനെ പുറത്തെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ ശവശരീരം ജീവനുള്ളതായി തീർന്നു എന്നതും മറ്റൊരു ചരിത്രം. പിന്നീട് ഫ്രാൻസിസ് സേവർ തൻ്റെ സുവിശേഷ വേല വ്യാപിപ്പിക്കുന്നത് ജപ്പാനിലേക്കാണ്. ആദ്യം ജപ്പാൻകാർ എതിർത്തെങ്കിലും പിന്നീട് അവർ വചനം സ്വീകരിച്ചെന്ന് മാത്രമല്ല, ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്ക് പോയി വചനം പ്രഘോഷിക്കാൻ വേണ്ട സാധ്യതകൾ ഈ ജപ്പാൻകാർ ഫ്രാൻസിസ് സേവറിന് ചെയ്തു കൊടുത്തു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. അങ്ങനെ ജപ്പാനിലെ തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം ചൈനയിൽ വചനം പറയാനായിട്ടാണ് ഫ്രാൻസിസ് സേവർ ചൈനയിലേക്ക് യാത്ര തിരിക്കുന്നത്. എങ്കിലും ഈ ചൈനയിൽ വചനം പറയാനായിട്ടുള്ള അനുമതി ഫ്രാൻസിസ് സേവറിന് ലഭിക്കുന്നില്ല. അങ്ങനെ കപ്പലിൽ ദിവസങ്ങൾ ചെലവഴിച്ചപ്പോൾ ഫ്രാൻസിസ് സേവറിന് കടുത്ത പനി ബാധിച്ചു. അക്കാലഘട്ടത്തിലൊക്കെ പനിയെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ശരീരത്ത് രക്തം ദുഷിക്കുമ്പോഴാണ് പനി ഉണ്ടാകുന്നത് എന്നാണ്. ഈ ദുഷിച്ച രക്തത്തെ ഒഴുക്കിക്കളയാൻ വേണ്ടി കാലിൻ്റെ ഞരമ്പ് മുറിച്ച് രക്തത്തെ പുറത്തേക്ക് ഒഴുക്കുക എന്നൊരു ചികിത്സാരീതിയായിരുന്നു ആളുകൾ അനുവർത്തിച്ചു പോന്നിരുന്നത്. അങ്ങനെ ഫ്രാൻസിസ് സേവറിൻ്റെ ശരീരത്തിലെ അശുദ്ധ രക്തം ഒഴുക്കിക്കളയാനായി കാലിൻ്റെ ഞരമ്പ് മുറിച്ച് പല പ്രാവശ്യം ഈ അശുദ്ധ രക്തം പുറത്തേക്ക് ഒഴുക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഫ്രാൻസിസ് സേവർ മരിക്കുന്നത്. സാധാരണഗതിയിൽ കപ്പലിൽ ഒരാൾ മരിച്ചാൽ അദ്ദേഹം ഒരു നാവികനാണെങ്കിൽ
അദ്ദേഹത്തിൻ്റെ മൃതദേഹം കടലിലേക്ക് എറിഞ്ഞു കളയും. കപ്പൽ യാത്രികരാണെങ്കിൽ ചെയ്യുന്നത് കപ്പൽ കരക്കടുപ്പിച്ചിട്ട് കരയ്ക്ക് കുഴിച്ചിടും. അവർ കടൽക്കരയിൽ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ മൃതദേഹം വെച്ചിട്ട് ചുണ്ണാമ്പ് കൊണ്ട് മൂടി അസ്ഥിയെങ്കിലും തിരികെ കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ച് അവർ 2 മാസം കഴിഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പം ആ ശരീരം എങ്ങനെ അടക്കം ചെയ്തോ അതുപോലെ ഇരിക്കുന്നു. അവരിലൊരാൾ കാലിൻ്റെ വിരൽ മുറിച്ചെടുത്തു. കാലിൻ്റെ വിരൽ മുറിച്ചപ്പോൾ അതിൽ നിന്നും രക്തം ഇങ്ങനെ കിനിയുന്നത് കാണാമായിരുന്നു. അവർ അവിടെ നിന്ന് ശരീരം എടുത്ത് സിംഗപ്പൂരേക്ക് കൊണ്ടുപോയി. ഏതാണ്ട് 1 മാസത്തോളം എടുത്തു ഈ സിംഗപ്പൂരിൻ്റെ തീരം തൊടാൻ. അവിടെ എത്തിയപ്പോഴും ശരീരത്തിന് ഒരു മാറ്റവും ഇല്ല. അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ദേവാലയത്തിൽ ഫ്രാൻസിസ് സേവറിൻ്റെ ശരീരം അടക്കം ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അവിടെ ഒരു ചെറിയ കുഴി കുഴിച്ച് ഈ ഫ്രാൻസിസ് സേവറിൻ്റെ ശരീരം അതിൽ അടക്കം ചെയ്യുന്ന സമയത്ത് ഫ്രാൻസിസ് സേവറിൻ്റെ ശരീരം അല്പം നീളമുള്ള ഒത്ത ശരീരമാണ്. അപ്പോൾ ഇത് ചെറിയ കുഴിയിലേക്ക് അടക്കം ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ എല്ലുകളൊക്കെ പൊട്ടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ സിംഗപ്പൂരെ സുവിശേഷ പ്രഘോഷണത്തിൽ സഹകാരിയായിരുന്ന ടിയാഗോ പെരേര എന്ന് പറയുന്നൊരു മനുഷ്യൻ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുകയാണ്. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ അത്ഭുത ശരീരം അദ്ദേഹം തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഗോവയിലാണ് അടക്കം ചെയ്യേണ്ടത് എന്നൊരു തീരുമാനം അദ്ദേഹത്തിനുണ്ടാവുകയും ഒരു രാത്രിയിൽ കുറച്ച് ആളുകളെ കൂട്ടി അദ്ദേഹം ഈ ശരീരം ഈ കുഴിയിൽ നിന്ന് എടുക്കുകയും ചെയ്തു. അപ്പോഴും ഈ ശരീരത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഈ പെരേര എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ ഡെഡ് ബോഡി ഗോവയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ സെൻറ്റ് പോൾസ് ദേവാലയത്തിൽ പൊതുദർശനത്തിനായിട്ട് ഈ ഫ്രാൻസിസ് സേവറിൻ്റെ അഴുകാത്ത ശരീരം വെച്ചു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. അന്ന് ഈ പൊതുദർശനത്തിന് വന്ന ആളുകൾ, അവരിൽ അന്ധരുണ്ടായിരുന്നു, മുടന്തരുണ്ടായിരുന്നു, പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്ന കാഴ്ച ഗോവയുടെ മണ്ണിൽ കണ്ടു തുടങ്ങി. അങ്ങനെ ഈ പൊതുദർശനത്തിനിടയിൽ ഭക്തിമൂത്ത് ചില ആളുകൾ ഫ്രാൻസിസ് സേവറിൻ്റെ താടിയും മുടിയുമൊക്കെ വലിച്ചു പറിച്ച് കൊണ്ടുപോയി. ഒരിക്കലും പൊതുദർശനത്തിനിടയിൽ ഭക്തിമൂത്ത് ഒരു സ്ത്രീ ഫ്രാൻസിസ് സേവറിൻ്റെ പാദത്തിൽ ചുംബിക്കവേ ഫ്രാൻസിസ് സേവറിൻ്റെ അഴുകാത്ത ശരീരത്തിൻ്റെ ഒരു വിരൽ കടിച്ചു മുറിച്ചു. പിന്നീട് ഒരിക്കൽ കാവൽ നിന്നൊരു പോലീസുകാരൻ ഫ്രാൻസിസ് സേവറിൻ്റെ വിരൽ ഒടിച്ചെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശോ സഭക്കാർ അദ്ദേഹത്തിൻ്റെ കരം മുറിച്ചെടുത്ത് റോമിലേക്ക് കൊണ്ടുപോയി. ഫ്രാൻസിസ് സേവർ വലിയൊരു അത്ഭുത പ്രവർത്തകനും സുവിശേഷകനും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷിയും ഒക്കെയാണ്. പക്ഷെ പിന്തിരിഞ്ഞ് നോക്കുമ്പം ഫ്രാൻസിസ് സേവറിൻ്റെ ജീവിതം ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്ന ഒരു ജീവിതമാണ്. ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞ ഒരു വചനം, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? ആ ഒരൊറ്റ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടി ജീവിതത്തെ തീരെഴുതി. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് സേവർ നമ്മളോട് പറയുന്നൊരു കാര്യം, നമ്മൾ ഓരോരുത്തരും സുവിശേഷത്തിന് വില കൊടുക്കുന്ന വ്യക്തിയായി മാറണം എന്നുള്ളതാണ്. സുവിശേഷത്തിന് വില കൊടുത്താൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഫ്രാൻസിസ് സേവർ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.